പക്ഷെ പലപ്പോഴും സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. ടാക്സ് നികുതി കൊടുക്കുന്നില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചു അല്ലേ. അടുത്തൊരു കാര്യം, മോള് പള്ളിയിൽ ചെല്ലുമ്പോഴായിരിക്കും ഇവിടെ മുറ്റത്തിനുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെ OBPSന്റെ ഒരു ചിന്താവിഷയം നമുക്ക് പ്രാർത്ഥിക്കാം. ശരിയായത് ചെയ്യുവാനുള്ള ഒരു ഉത്തരവാദിത്തമാണോ ശരിക്കും സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? ആദ്യ ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു, പിന്നെ വെളിച്ച ഇരുട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ ഓരോ ദിവസവും വളരെ സ്ട്രക്ചേർഡ് ആയിട്ട്. ഇവ കൂടാതെ യാഥാർത്ഥ്യത്തിൽ സഭയിൽ കുട്ടികൾക്കും യുവാക്കൾക്കും മറ്റെന്തൊക്കെ ഉത്തരവാദിത്വങ്ങളുണ്ട്? പോകാം അപ്പ എന്ന് പറഞ്ഞിട്ട് പോകുന്നവനായിരിക്കണം നല്ലത്. സത്യവെളിച്ചം നമ്മെ പ്രകാശിപ്പിക്കട്ടെ. ട്രൂ ലൈറ്റിന്റെ 11ാമത് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ഒരു ആഗ്രഹം, നമ്മുടെ എല്ലാ ഭവനങ്ങളിലും സത്യദീപ്തിയുടെ ഒരു കോപ്പി ഉണ്ടായിരിക്കണം. ഭദ്രാസനത്തിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണ നിലയ്ക്ക് സത്യദീപ്തിയുടെ ഒരു കോപ്പി ഉണ്ടാകണം. അത് വിശ്വാസികളും മനസ്സിലാക്കിയിരിക്കണം. വൈദികർ അതിനു വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം എന്നുള്ളത് മാത്രമാണ് എനിക്കിപ്പോൾ അച്ഛനോട് അത് സംബന്ധിച്ച് പറയാനുള്ളത്. വഴി പറഞ്ഞപ്പോൾ അത് കൊണ്ടുവന്ന് അവസാനിപ്പിച്ചെന്ന് മാത്രം. എല്ലാ ഭവനങ്ങളിലും ഇതിന്റെ ഒരു കോപ്പി സൂക്ഷിച്ചു വെക്കുകയും അത് പിൽക്കാല റെഫറൻസിന് ഉപയോഗിക്കുകയും ചെയ്യുന്ന, അതാണ് നമ്മുടെ ആഗ്രഹം. കുട്ടി പോഡ്കാസ്റ്റിന്റെ ഇന്നത്തെ അതിഥികളായി 3 സമർത്ഥരായ നമ്മുടെ കുഞ്ഞുങ്ങളാണ് എത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ട അശ്വിന്, പ്രിയപ്പെട്ട ക്രിസ്റ്റ, പ്രിയ ലിസ, ഇവരെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ഇന്ന് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ സഭാതലത്തിലും കുഞ്ഞുങ്ങളുടെ ഇടയിലുമൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പദമാണ്. പക്ഷെ സ്വാതന്ത്ര്യം മറ്റു തരങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ആരാധനാ കാര്യങ്ങളിലാണെങ്കിലും സമൂഹത്തിലെ കാര്യങ്ങളിലാണെങ്കിലും അതിനൊക്കെ വളരെ വ്യത്യസ്തതയുണ്ടാകുകയും അത് തെറ്റായ പല കൂട്ടുകെട്ടുകളിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്നതായ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇവിടെയാണ് കുറച്ച് നല്ല ചോദ്യങ്ങളുമായിട്ട് നമ്മുടെ അഭിമന്യ തിരുമനസ്സിനോട് ചോദിപ്പാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ എത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ട അശ്വിന് ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും. തിരുമേനി, ശരിക്കും സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള ചെയ്യുക എന്നതാണോ, അതോ ശരിയായത് ചെയ്യുവാനുള്ള ഒരു ഉത്തരവാദിത്തമാണോ ശരിക്കും സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? ആത്മീയമായൊരു കാഴ്ചപ്പാടിൽ നമുക്ക് സ്വാതന്ത്ര്യത്തെ എങ്ങനെ വീക്ഷിക്കാൻ സാധിക്കും? അശ്വിൻ മോന്റെ ചോദ്യം വളരെ നല്ലതും വളരെ പ്രസക്തവുമായൊരു ചോദ്യമാണ്. കാരണം സ്വാതന്ത്ര്യം എന്ന പദത്തെ ഇന്ന് പലരും പല രീതിയിൽ വ്യാഖ്യാനിച്ച് അത് നല്ല വ്യാഖ്യാനങ്ങൾക്കുപരിയായി വികലമായ വ്യാഖ്യാനങ്ങൾക്കാണ് കൂടുതൽ പ്രസക്തി ഇന്ന് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു പ്രശ്നം ഇന്നുണ്ട്. സ്വാതന്ത്ര്യം എന്ന വാക്കിലൂടെ ഇപ്പൊ പാരതന്ത്ര്യം എന്ന വാക്കിന്റെ പ്രസക്തിയാണ് വർദ്ധിക്കുന്നത്. സ്വാതന്ത്ര്യം ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വർദ്ധിക്കുന്നത്. നമുക്കറിയാം, സ്വാതന്ത്ര്യം എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ല സ്വാതന്ത്ര്യം. അങ്ങനെ വേദപുസ്തകത്തിലും ഇല്ല, സഭയിലും ഇല്ല, സമൂഹത്തിലുമില്ല. നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, അതുകൊണ്ട് ഇന്ത്യയിലുള്ള ആളുകളെല്ലാം എങ്ങനെയും ജീവിക്കാൻ ഒക്കും. സ്വാതന്ത്ര്യത്തോടൊപ്പം ചേർന്നൊരു പദമാണല്ലോ ജനാധിപത്യം, അല്ലേ? ജനാധിപത്യം എന്ന പദത്തിന് കൃത്യമായൊരു നിർവചനം ഇല്ലേ? ഉണ്ടല്ലോ, ഉണ്ട്, ഇല്ലേ? ഓരോ വ്യക്തിക്കും അവരുടേതായ ചില സ്വാതന്ത്ര്യങ്ങളുണ്ട്. പക്ഷെ ആ സ്വാതന്ത്ര്യം വിനിയോഗിക്കുന്നത് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാതെയും, അതുപോലെ തന്നെ ഭാരതം ഒരു റിപ്പബ്ലിക് എന്ന നിലയ്ക്ക് നമുക്ക് നൽകിയ ചില നിയമസംഹിതകളുണ്ട്, അല്ലേ? ആ നിയമസംഹിതകളെ പാലിച്ചുകൊണ്ടുപോകണം. അങ്ങനെയാണ് ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയ്ക്ക്, ഭാരതത്തിന്റെ പൗരൻ എന്ന നിലയ്ക്ക് നമ്മളല്ലാതെ നമ്മുടെ സ്വാതന്ത്ര്യത്തെ വിനിയോഗിക്കുന്നത്, അല്ലേ? വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് പോകുമ്പോഴേ നമ്മുടെ പുതിയ നിയമത്തില് പ്രത്യേകിച്ച് സ്വാതന്ത്ര്യം പറയുമ്പോൾ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലേ? ഫ്രീഡം ഇൻ ക്രൈസ്റ്റ് എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യേശുക്രിസ്തു ആരാണ്? യേശുക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത ദൈവമാണ്. മോനറിയാലോ, അല്ലേ? ഈ പണ്ട് സ്കൂളിൽ ഉന്നത ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളെന്ന് നിലയ്ക്ക് നിനക്കതറിയാം.
യേശുക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത ദൈവമാണ്. അപ്പൊ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ വിനിയോഗം എപ്പോഴും യേശുക്രിസ്തുവിൽ ആശ്രയിച്ചാണ് പോകുന്നത്, ഇല്ലേ? അപ്പൊ ക്രിസ്തു നിന്നോട് തെറ്റ് കാണിച്ചിട്ട് അത് നിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയാൻ നിനക്ക് അനുവാദം തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. യേശുക്രിസ്തു ഒരിക്കലും നീ തെറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയായി കാണാൻ ആഗ്രഹിക്കുന്നില്ല, എപ്പോഴും ശരി ചെയ്യുന്ന ഒരു കുട്ടിയായി കാണാനേ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ അടുത്ത് നിങ്ങളുടെ ഗുരു പിന്നെ ടാക്സ് നികുതി കൊടുക്കുന്നില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചു, അല്ലേ? ചോദിച്ചപ്പോഴ് കർത്താവ് പത്രോസിനോട് ചില ചോദ്യങ്ങൾ അങ്ങോട്ടിട്ടു, ഇല്ലേ? ആരോടാണ് നികുതി വാങ്ങിക്കേണ്ടത്? പുത്രനോടാണോ മറ്റുള്ളവരോടാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ കൊണ്ട്. അപ്പൊ മറ്റുള്ളവരോടാണ് എന്നൊക്കെ പത്രോസ് മറുപടി പറഞ്ഞു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, എങ്കിലും പുത്രന് കൊടുക്കേണ്ടതില്ലെങ്കിൽ പോലും എങ്കിലും ആയിരിക്കുന്ന സമൂഹത്തിന്റെ നിയമം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തിരിക്കണം. അതുകൊണ്ട് നീ പോയി മത്സ്യത്തെ പിടിച്ച് അതിൽ നിന്ന് കിട്ടുന്നിടത്ത് എനിക്ക് നിനക്കും വേണ്ടി കൊടുക്കാൻ പറഞ്ഞു, ഇല്ലേ? വളരെ കൃത്യമായിട്ടാ കർത്താവ് ദൈവപുത്രനാണ് എന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. എനിക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാതിരിക്കും വേണമെങ്കിലും കഴിയാം എന്നൊക്കെ ഉള്ള ചിന്ത ഉണ്ടെങ്കിൽ പോലും കർത്താവ് അവിടെ വിനിയോഗിച്ചത് എങ്ങനെയാണ്? ആയിരിക്കുന്ന അന്നത്തെ സാമൂഹിക വ്യവസ്ഥയും മനസ്സിലാക്കി കൃത്യമായി അതിനോട് ചേർന്നു, ഇല്ലേ? അപ്പോൾ ക്രിസ്തു നമുക്കൊരു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. അതല്ലാതെ നമ്മുടെ സ്വാതന്ത്ര്യം കൊണ്ട് നാം ആയിരിക്കുന്ന കുടുംബത്തിനോ നമ്മുടെ തന്നെ ജീവിതത്തിനോ ക്ഷതം സംഭവിക്കാം. നമ്മൾ അനാവശ്യ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് എന്തും കാണിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിന് ക്ഷതം സംഭവിക്കുന്നതായിരിക്കും, ഇല്ലേ? അത് നമ്മുടെ കുടുംബത്തെ ബാധിക്കും, നമ്മുടെ പള്ളിയെ ബാധിക്കും, നമ്മുടെ സഭയെ ബാധിക്കും, നമ്മുടെ സമൂഹത്തെ ബാധിക്കും, ഇല്ലേ? ഇനി ഞാൻ ഒരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ചോദിച്ചു. നമ്മുടെ യഹോവ ദൈവം തമ്പുരാൻ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചാക്കി, അല്ലേ? അതൊരു സ്ട്രക്ചറിലാണ്. വേദോസം വായിക്കുമ്പോൾ നമുക്ക് വളരെ മനോഹരമായിട്ട് തോന്നുന്നത്, അല്ലേ? ആദ്യം ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു, പിന്നെ വെളിച്ചം ഇരുട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ ഓരോ ദിവസവും വളരെ സ്ട്രക്ചേർഡായിട്ട് ഇങ്ങനെ വളരെ കൃത്യമായിട്ട് ദൈവം തമ്പുരാൻ ഇങ്ങനെ സൃഷ്ടി നടത്തി. എന്നിട്ട് ഏറ്റവും അവസാനം രണ്ടുപേരെ സൃഷ്ടിച്ചു. ആരൊക്കെയായിരുന്നു? ആദവിനെയും ഹൗവയും. ആദവിനെയും ഹൗവയും സൃഷ്ടിച്ചിട്ട് അവരോട് യഹോവ ദൈവം പറഞ്ഞെന്തറിയാമോ? നിന്നെ ഇവരുടെ കാര്യവിചാരകരാക്കിയിരിക്കുകയാണ്. ആരുടെയാ? ബാക്കിയുള്ള സൃഷ്ടിയുടെ മുഴുവനും. അപ്പൊ നമ്മുടെ സ്വാതന്ത്ര്യം വിനിയോഗിക്കുന്നത് എപ്പോഴും എങ്ങനെയാണ്? നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന സൃഷ്ടിയെ മുഴുവനും ദൈവത്തിന്റെ താളത്തിനനുസരിച്ച് നിർത്തുന്ന സ്വാതന്ത്ര്യമായിരിക്കും, ഇല്ലേ? അതല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി കഴിഞ്ഞാൽ പരിചാരകരായി മാറുമോ? കാര്യവിചാരന്മാരെ മാറുമോ? ഇല്ലല്ലോ. സമൂഹനും അറിയാം, അല്ലേ? നമ്മുടെ സമൂഹത്തിൽ ഇപ്പം നിന്റെ പപ്പായും അമ്മയും നിന്നോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞപ്പോഴ് നീ അത് അവർ പറഞ്ഞ രീതിയിലല്ല ചെയ്തതെങ്കിൽ അതിന്റെ നെഗറ്റീവ് ഫലങ്ങൾ ഒരുപാട് ഉണ്ടായി കഴിയുമ്പോൾ എന്തോ ആയിരിക്കും എൻ്റെ അവസ്ഥ? ആപ്പാടെ വന്ന നമ്മൾ ഉദ്ദേശിച്ചതെല്ലാം മാറി കുഴഞ്ഞു മറിഞ്ഞ് പരുവമായി മാറും, ഇല്ലേ? അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്തുവാ? ഞാൻ എൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നത് എൻ്റെ ഗുണത്തിന്, എൻ്റെ കുടുംബത്തിൻ്റെ ഗുണത്തിന്, എൻ്റെ സഹോദരങ്ങളുടെ ഗുണത്തിന്, എൻ്റെ സമൂഹത്തിൻ്റെ ഗുണത്തിന്, എൻ്റെ പള്ളിയുടെ ഗുണത്തിന്. ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ മനസ്സിലോട്ട് പോകേണ്ട ചിന്ത. ആത്യന്തികമായി ദൈവം എന്താണ്, ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കണം. ഇനി ഒരു കാര്യം പറയാം, അതിൻ്റെയോട് ചേർന്ന് തന്നെ ആദാമിനെ യഹോവയെ സൃഷ്ടിച്ചാക്കിയിട്ട് ഇതിന് ആ തോട്ടം എല്ലാം ഇങ്ങനെ കാണിച്ചു കൊടുത്തു. മറ്റൊരു കാര്യം പറയാം. ഇപ്പൊ ആദാമിന്റെ യഹോവയുടെ കാര്യം പറഞ്ഞല്ലോ. ആദാമിനെ യഹോവയെയും ദൈവം തമ്പുരാൻ ഏതും തോട്ടത്തിൽ സൃഷ്ടിച്ചാക്കി നമുക്കറിയാം, അല്ലേ? എന്നിട്ട് തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളെയും ഫലമൂലാതെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാന്ന് പറഞ്ഞു, ഇല്ലേ? എന്നിട്ട് അവസാനം പക്ഷെ കണ്ടീഷനോട് പറഞ്ഞു. എന്തായിരുന്നു ആ കണ്ടീഷൻ? മധ്യത്തിലുള്ളത് കഴിക്കരുത്, അത് കഴിക്കാൻ പാടില്ല. പക്ഷെ അത് പറഞ്ഞെങ്കിലും നമുക്ക് വളരെ ക്ലിയർ ആണ്, ഒരു വേലിയും കർത്താവ് കെട്ടിവെച്ചില്ല. നമ്മളൊക്കെ ഇപ്പൊ മതിലൊക്കെ കെട്ടുന്നവരില്ലേ, ആരും കയറാതിരിക്കാനൊക്കെ ആയിരുന്നു. കർത്താവ് ഒരു മതിലും അവിടെ കെട്ടിയില്ല, ഒരു വേലിയും കെട്ടിയില്ല, ഇല്ലേ? ഒറ്റ കാര്യം പറഞ്ഞതേ ഉള്ളൂ, കഴിക്കരുത്, അത് കഴിച്ചാൽ നീ മരിക്കും, അതാ പറഞ്ഞത്, ഇല്ലേ? അപ്പം ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്തുവാ? ചെയ്യരുത് എന്ന് പറയുന്നത് ചെയ്യാതിരിക്കുന്നതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. ചെയ്യണം എന്ന് പറയുന്നത് ചെയ്യുന്നതാണ് സ്വാതന്ത്ര്യം, ഇല്ലേ?
നമ്മുടെ ഏത് ദിവസത്തെ വേദവായന ഭാഗം എന്ന് നോക്കുന്നില്ല. ഒരു അപ്പന് മൂത്ത മകനോട് എനിക്ക് വേണ്ടി തോട്ടത്തിൽ പോകാൻ പറഞ്ഞു. അവൻ പറഞ്ഞ് പോകത്തില്ലെന്ന് പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൻ പോയി ജോലി ചെയ്തു. അവൻ പറഞ്ഞ പോലെ ചെയ്തു, പക്ഷെ ആദ്യം അനുസരിച്ചില്ല, പിന്നെ പോയി. രണ്ടാമത്തെ മകൻ വളരെ തന്ത്രപരമായിട്ട് പോകാം അപ്പ എന്ന് പറഞ്ഞു, പക്ഷെ അവൻ പോയില്ല. എന്നിട്ട് കർത്താവ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഇതിൽ ആരാണ് അപ്പൻ്റെ ഇഷ്ടം ചെയ്തത്? ഒരു ചോദ്യം ചോദിക്കുന്നു ഇല്ലേ? അപ്പം മറുപടി വരുന്നത് എന്തുവാ? പോകത്തില്ല എന്ന് പറഞ്ഞാൽ പോയ മകനാണെന്ന് അല്ലേ? നമ്മൾ അങ്ങനെ വ്യാഖ്യാനിക്കാൻ പാടില്ല. എന്നാണ് പോകാം അപ്പ എന്ന് പറഞ്ഞിട്ട് പോകുന്ന മകനായിരിക്കണം നല്ലത് അല്ലേ? നമ്മുടെ മറുപടി ഒരിക്കലും ഒരു പടി കൂടി മുമ്പോട്ടായിരിക്കും. ഇനി നീ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. നീ ഇവിടെ ഇരിക്കുമ്പോഴും നിന്റെ കൈ രണ്ടു വശത്തേക്ക് നീട്ടണമെന്ന് വെച്ചു, സ്പ്രെഡ് ചെയ്യണം. രണ്ട് കൈ ഒന്ന് സ്പ്രെഡ് ചെയ്യണം. സ്പ്രെഡ് ചെയ്യുമ്പം തൊട്ടടുത്തിരിക്കുന്ന ലീസ, ഒരു എക്സാമ്പിളായി പറഞ്ഞു, അവളുടെ ശരീരത്ത് മുട്ടിയാൽ അത് സ്വാതന്ത്ര്യമാണോ? ആണോ? അല്ല, സ്വാതന്ത്ര്യമല്ല അല്ലേ? അവ എപ്പോഴും ആ ഒരു സ്പേസ് അവിടെ ഇട്ടേക്കണം. ഞാൻ എൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിക്കുമ്പോൾ മറ്റൊരാളുടെ വ്യക്തിത്വത്തിൽ അനാവശ്യമായി കൈകടത്താൻ പാടില്ല. കാരണം അവർക്കും ദൈവം തമ്പുരാൻ കൃത്യമായൊരു വ്യക്തിയാണ്. ദൈവം അവർക്കൊരു വ്യക്തിത്വം നൽകിയിട്ടുണ്ട്. ആ വ്യക്തിത്വത്തിൽ അനാവശ്യമായി ഞാൻ കൈകടത്താനായിട്ട് പാടില്ല. മനസ്സിലായോ ഞാൻ പറയുന്നത്? അപ്പോൾ സ്വാതന്ത്ര്യം തന്നിഷ്ടപ്രകാരം ഉപയോഗിക്കുന്നതല്ല, പിന്നെയോ സാമൂഹിക, ശാരീരിക, വേദപുസ്തക, ക്രിസ്തുവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് സ്വാതന്ത്ര്യത്തിൽ ചെയ്യുക എന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ പള്ളിയിൽ, നമ്മുടെ കുരുവിള പെരുമാൾ അച്ഛനോട് ചോദ്യം ചോദിച്ചു, പള്ളിയിൽ എല്ലാവർക്കും ഒരുപോലെ പാടണ്ടേ? അല്ലെങ്കിൽ ഒരാളുടെ ശബ്ദം മേലോട്ട് പോകണ്ടേ, ഒരാളുടെ ശബ്ദം കീഴോട്ടൊന്നും ശരിയാവും? ആരാധന ഇതിനുള്ളതാ? ആരാധന നമ്മളൊരു പള്ളിയിൽ കുർബാനയ്ക്കുമ്പോൾ എല്ലാവരോടും ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാനുള്ളതാ അല്ലേ? അപ്പൊ അതിൻ്റെ അകത്ത് അപശബ്ദങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ട ആരാണ്? നമ്മളാണ് ശ്രദ്ധിക്കുന്നത് അല്ലേ? അപ്പൊ എല്ലാവരും ഒരേ താളത്തിൽ പോകണം വേണ്ടേ? അപ്പൊ ആരെങ്കിലും ഈ താളം തെറ്റിച്ചുകൊണ്ട് എന്റെ സ്വാതന്ത്ര്യം ഞാനിവിടെ ഉറക്കപ്പാടുമെന്ന് പറഞ്ഞാൽ ശരിയാവും? ഒരിക്കലും ശരിയാവത്തില്ല. അപ്പൊ സ്വാതന്ത്ര്യം, ആരാധനാ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ നമ്മള് ആരാധന സ്വാതന്ത്ര്യമുണ്ട് ഇല്ലേ? ആരാധന സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതേസമയം തന്നെ ഞാൻ ആരാധിക്കുമ്പോൾ ഞാൻ ആയിരിക്കുന്ന സമൂഹത്തിന്റെ നിയമസംഹിതകൾ കൃത്യമായി മനസ്സിലാക്കി ആരാധിക്കാൻ പഠിക്കണം ഇല്ലേ? അടച്ചിട്ടിരുന്ന മുറിയിൽ കയറിയിരുന്ന് പ്രാർത്ഥിക്കാൻ പറയുന്ന സമയത്ത് മോന് ഇഷ്ടമുള്ളതുപോലെ പ്രാർത്ഥിക്കാം, കുഴപ്പമൊന്നുമില്ല. അത് വേറെ ആരെയും ശല്യപ്പെടുത്തുന്നതല്ല അല്ലേ? അതേസമയം പള്ളിയിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ പ്രാർത്ഥന ചേരണം. വേണ്ടേ? അങ്ങനെ മാത്രമേ പ്രാർത്ഥന നടത്താൻ നമുക്ക് അനുവാദം ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ സ്വാതന്ത്ര്യം അനുസരിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുമോ? നടക്കുകയല്ല. അതിന് സ്വാതന്ത്ര്യം നല്ല പറയേണ്ട പേര്, അതിന് പാരതന്ത്ര്യം എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അത് സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥയാണ്. നീ പറയുമായിരിക്കും നിനക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന്, പക്ഷെ മറ്റൊരാളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന പരിപാടിയാണ് ഇല്ലേ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വെരി ഗുഡ്. മനന്ദനോട് ചോദിച്ചു പറയാം. തിരുമേനി, ഞായറാഴ്ചയിൽ കുർബാനയിൽ സംബന്ധിക്കുക, സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, ഇവയൊക്കെ സഭയിൽ കുട്ടികൾക്കുള്ള ഉത്തരവാദിത്തങ്ങളാണ്. ഇവ കൂടാതെ യാഥാർത്ഥ്യത്തിൽ സഭയിൽ കുട്ടികൾക്കും യുവാക്കൾക്കും മറ്റെന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട്? ഞങ്ങൾ സഭയിൽ എങ്ങനെയാണ് പങ്കാളികളാവുക? ഒരു തരത്തിൽ പറഞ്ഞ മോള് ചോദിച്ച ചോദ്യം എന്നെ കുഴയ്ക്കുന്ന ഒരു ചോദ്യമാ. കാരണം അത് ഒരല്പം ബുദ്ധിമുട്ടുണ്ടാകും. എന്നാലും ഞാനത് പറയാൻ ശ്രമിക്കാം. മോള് ചോദ്യം, മോള് സൺഡേ സ്കൂളിൽ പഠിക്കുന്നുണ്ടല്ലേ? 12th കഴിഞ്ഞു. അപ്പൊ ഇനി പതുക്കെ സൺഡേ സ്കൂൾ അധ്യാപകയായി മാറും അല്ലേ? അപ്പൊ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം എന്നോട് കുട്ടികൾ ചോദിച്ച ചോദ്യത്തിനകത്ത് അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അവരെന്നോട് ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞായിരുന്നു, ബാല്യകാലം മുതൽ തന്നെ ദൈവം തമ്പുരാൻ നമ്മെ ഏൽപ്പിക്കുന്ന ജോലികളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ അവരോട് പറഞ്ഞായിരുന്നു. അപ്പൊ മോളോടും എനിക്ക് അതാ പറയാനുള്ളൂ. പ്രധാനമായിട്ടും ബാല്യകാലം മുതൽ തന്നെ ദൈവം തമ്പുരാൻ നമ്മളെ ചില ജോലികളൊക്കെ ഏൽപ്പിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നീ പള്ളിയിൽ പോകുന്ന സമയത്ത്, നമ്മുടെ പള്ളിയിൽ പോകുന്നത് എന്തിനാ? പ്രാർത്ഥിക്കാനാണ് അല്ലേ? അപ്പം പള്ളിയിൽ നമ്മുടെ രീതി അനുസരിച്ച്, നമ്മുടെ സ്ട്രക്ചർ അനുസരിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനൊരു സ്ഥലമുണ്ട് ഇല്ലേ? പ്രായമുള്ളവർ നിൽക്കുന്നിടത്തല്ലല്ലോ നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ കുറച്ചുകൂടി മുമ്പിലോട്ട് മാറി
വരിയായിട്ട് നിൽക്കുക അല്ലേ? നിങ്ങളുടെ പ്രായക്കാർ ഒരുമിച്ച് നിൽക്കുന്ന ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. അതാണല്ലോ രീതി അല്ലേ? അപ്പൊ അത് തന്നെ ഒരു പ്രത്യേക ഉത്തരവാദിത്തമാണ്. എന്ന് പറഞ്ഞാൽ ഒരു പള്ളിയിൽ ചെല്ലുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി നിൽക്കാതെ എൻ്റെ പ്രായത്തിനനുസരിച്ച് എൻ്റെ കൂട്ടുകാരോട് ചേർന്ന് വളരെ മനോഹരമായിട്ട് നിന്ന് ആരാധിക്കാനൊരു അവസരം കിട്ടും. എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞങ്ങൾ ഒരു സൺഡേ സ്കൂൾ സാറുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പള്ളി ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെ ഇങ്ങനെ നിർത്തുമായിരുന്നു അല്ലേ? കുറച്ചാൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ തന്നെ അങ്ങ് നിൽക്കാൻ തുടങ്ങി, കൃത്യമായിട്ട് നിൽക്കാൻ തുടങ്ങി. അടുത്തൊരു കാര്യം, മോള് പള്ളിയിൽ ചെല്ലുമ്പോഴായിരിക്കും ഇവിടെ മുറ്റത്ത് 2 അഴുക്ക് കിടക്കുന്നത് അല്ലേ? അതെടുത്ത് കളയേണ്ട ഉത്തരവാദിത്വം ആരുടേതാണ്? മോളെ അല്ലേ? അതെ. ഞാൻ ചെറിയ എക്സാമ്പിൾസ് ആയിട്ട് തരുന്നത് അല്ലേ? അപ്പൊ നമ്മുടെ കൺമുൻപിൽ കാണുന്ന നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ബോധ്യമുള്ള കാര്യങ്ങളെ നാം ചെയ്തു കഴിഞ്ഞാൽ അത് ദൈവം തരുന്ന ഉത്തരവാദിത്വം അല്ലേ? ഒരു ഗുണത്തിന് വേണ്ടിയല്ലേ ചെയ്യുന്നത്? പള്ളിയുടെ കാര്യം മാത്രമല്ല, നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി ഒരു ദിവസം ഭക്ഷണം കഴിക്കാനില്ല, അപ്പൊ നിന്റെ കയ്യിലിരിക്കുന്ന ഭക്ഷണം അവൾക്ക് കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നീ ചെയ്ത് ഏറ്റവും വലിയ നന്മയില്ലേ അത് അല്ലേ? ഞാൻ ചെറിയൊരു എക്സാമ്പിൾ ഇട്ട് തരാം പെട്ടെന്ന് മനസ്സിലാകാൻ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ദൈവം തമ്മിൽ നമുക്ക് 2 കണ്ണ് തന്നിട്ടുണ്ട് അല്ലേ? ഇല്ലേ? അതുപോലെ തന്നെ 2 ചെവി തന്നിട്ടുണ്ട്, നല്ലൊരു മൂക്ക് തന്നിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാ? നമ്മുടെ ചുറ്റുപാടുകളെ വീക്ഷിക്കാനും ഗ്രഹിക്കാനും മനസ്സിലാക്കാനുമുള്ള ചില ബാഹ്യ അവയവങ്ങളാണ് അല്ലേ? അതെല്ലാം നമ്മുടെ തലച്ചോറിലേക്കും നമ്മുടെ ഹൃദയത്തിലേക്കൊക്കെ വന്ന് കയറിക്കഴിയുമ്പോൾ അതിനകത്ത് നല്ലതിനെ കണ്ടുപിടിച്ച്, എത്ര പ്രായം കുറഞ്ഞതായാലും കൂടിയവരായാലും നല്ലതിനെ കണ്ടുപിടിച്ച് നാം നന്മയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഞാൻ വെറുതെ മോക്കൊരു ജോലി തരാം. ഒരു ഫ്രീ ദിവസം എന്ന് പറഞ്ഞാൽ സ്കൂളൊന്നും ഇല്ലാത്തൊരു ദിവസം രാവിലെ നീ തന്നെ ഒന്ന് ആലോചിക്കണം, എനിക്ക് ഈ പ്രായത്തിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും. വെറുതെ ഒന്ന് ആലോചിച്ചാൽ മതി. ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇതിന് മുമ്പാകെ വരും. എല്ലാം ഒന്നും ചെയ്തു തീർക്കാൻ പറ്റുന്നു വരത്തില്ല ആ ദിവസം. പക്ഷെ ഇഫ് യു ഹാവ് ഗോട്ട് സംതിങ് ഇൻ യുവർ മൈൻഡ് ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു ഡു മെനി തിങ്സ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുവരാനായിട്ട് നിനക്ക് പറ്റും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉത്തരവാദിത്തങ്ങൾ ചെറുപ്പകാലം മുതൽ തന്നെ ഇഷ്ടംപോലെ നമുക്കുണ്ട്. ഞാൻ പഴയ കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു, മുമ്പേ വന്ന കുഞ്ഞുങ്ങളോട്, കഴിഞ്ഞ എപ്പിസോഡിൽ വന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു, കർത്താവ് ബാലനായിരിക്കുന്ന കാലം മുതൽ തന്നെ പ്രവർത്തനം തുടങ്ങി ഇല്ലേ? അതെ ഇല്ലേ? പിന്നെ കർത്താവിന്റെ അമ്മ 2ാമത്തെ വയസ്സ് മുതൽ ദൈവാലയത്തിലായിരുന്നു, സക്കറിയ പുരോഹിതന്റെ പരിചാരകയായിരുന്നു. ശാമുവേല്, ദാവീദ്, ജോനാഥാന്, ഇങ്ങനെയുള്ള പഴയ കാലത്തിലെ ആളുകൾ ഇല്ലേ? നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ പരിമല തിരുമേനി, വട്ടശ്ശേരി തിരുമേനി, പാമ്പാടി തിരുമേനി, ഇവരൊക്കെ ജനിച്ച കാലം മുതൽ തന്നെ എന്തുവാ ഉത്തരവാദിത്തങ്ങൾ സ്വീകരിച്ചു തുടങ്ങിയ ആളുകളാകുന്നു എന്നുള്ളത് അവരുടെയൊക്കെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അല്ലേ? അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും 2-3 എക്സാമ്പിൾസിനെ എടുത്തിട്ടാൽ മതി നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചെയ്യാനായിട്ട്, ഇഷ്ടംപോലെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു വിചാരം. ഈ കുഞ്ഞുങ്ങൾക്കൊരു ധാരണ ഉള്ളതായിട്ട് നമ്മളെ പള്ളിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ നിങ്ങൾ പിള്ളേരല്ലേ അങ്ങോട്ട് മാറി നിൽക്കുക, ഒരു ഉത്തരവാദിത്തങ്ങളിലേക്ക് ഇവരെ അടുപ്പിക്കുന്നില്ല എന്നൊരു ബോധ്യമായിരിക്കാം എന്നൊരു ചോദ്യത്തിന്റെ. അല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അതായത് ഈ പ്രായമുള്ള ആളുകൾ അവർ ചില ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഇടയ്ക്ക് കയറി ചെല്ലുമ്പം ചില പേരൻസ് പറയും, അല്ലെങ്കിൽ പ്രായമുള്ളവർ പറയും, നീ അങ്ങോട്ട് മാറി നിൽക്കുക, നിങ്ങൾ ചെയ്യേണ്ട ജോലിയാണ്. അത് നമ്മൾ അനുസരിക്കേണ്ടി വരും ചില സമയത്ത്. എന്നാൽ അതിലൊന്നും പെടാതെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ നല്ല ജോലികൾ ചെയ്യാൻ കഴിയും. ഇപ്പൊ വീട്ടില് അമ്മ ജോലി ചെയ്യുമ്പോൾ അമ്മയുടെ കൂടെ നിന്ന് അടുക്കളയിലെ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്കൊരു ഉത്തരവാദിത്തം നമുക്ക് തന്നെ ഫീൽ ചെയ്യത്തില്ലേ? ഞാൻ ഭാവിയിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളെ ആരും പഠിപ്പിച്ചല്ല, കണ്ട് പഠിക്കുന്നതാണ്, കേട്ട് പഠിക്കുന്നതിനെ പുറത്തുനിന്നാണ്. അടുക്കളയിൽ ഒരു എക്സാമ്പിളാണ്, കണ്ടു പഠിക്കുന്നതാണ് കുറച്ചുകൊണ്ട് നല്ലത് അല്ലേ? കൂടെ നിന്ന് ചെയ്യാനായിട്ട് ഇടയാകണം. ഉത്തരവാദിത്തങ്ങൾ കുറവൊന്നും ഒരിക്കലും ഉണ്ടാകില്ല. നമ്മൾ താമസിക്കുന്ന വസിക്കുന്ന ഭൂമാണ്. രാവിലെ എഴുന്നേറ്റ് അതിനകത്ത് തന്നെയാണ് ഇഷ്ടം പോലെ ജോലികൾ ഇല്ലേ? നമ്മുടെ ശ്രദ്ധയില്ലാതെ പോകുന്നവരാണ് ഒന്നും കണ്ടുപിടിക്കാറ്. നമ്മൾ ശ്രദ്ധിച്ച ഒരു ജീവിതത്തിനൊരു ചിട്ട, ഒരു നിഷ്ഠ, അത്യാവശ്യം വേണ്ട കടം രൂപീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം ചെയ്യാൻ പറ്റും, ഉറപ്പാണ്. നമ്മൾ ലേസി ആകത്തില്ല.
അലസരാകാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും എന്നാണ് എൻ്റെ ഒരു വിചാരം. നമുക്ക് എന്തെങ്കിലും അനുബന്ധമായിട്ട് ചോദിക്കാനുണ്ടെന്ന് ചോദിച്ചോ, പറയാം. അതെ, ഇവര് പിള്ളേരൊക്കെ വളരെ മിടുക്കരാണ്. നമ്മളിപ്പോഴത്തെ പിള്ളേരൊക്കെ ഈ ട്രഡീഷണൽ കാര്യങ്ങളല്ലാതെ ഡിജിറ്റൽ വളർച്ചകളിലൂടെയൊക്കെ പള്ളിയെയും ആത്മീയ കാര്യങ്ങളെയും സഹായിക്കാൻ പറ്റും. ഒത്തിരിയധികം പ്രയർ ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ ഡിജിറ്റൽ രീതിയിലുള്ള നല്ല നല്ല കാര്യങ്ങൾ, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ സഭയ്ക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. അച്ഛൻ വീട്ടിലും പള്ളിയിലും സമൂഹത്തിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് ആരെങ്കിലും ഏൽപ്പിക്കണമെന്നില്ല, അല്ലാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിചാരം. ഈ എന്നെ പോലെയുള്ളവരൊക്കെ, എല്ലാവരും അല്ല, എന്നെ പോലുള്ള ചിലരെങ്കിലുമൊക്കെ ആരും വിളിക്കാതെ തന്നെത്താനെ അവരിങ്ങനെ കയറി വന്നതാണ്. തന്നെത്താനെ കയറി വന്നു പറഞ്ഞാൽ സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു വലിയ പ്രചോദനമോ എൻകറേജ്മെന്റ് ഒന്നും ആരുടെ ഭാഗത്തുനിന്നും കിട്ടിയിട്ടില്ല. അങ്ങ് കിട്ടാത്തടത്തുനിന്ന് പോലും നമുക്ക് കയറി വരാനുള്ള വഴികൾ ഇഷ്ടം പോലെ ദൈവം നമ്മളെ നൽകിയിട്ടുണ്ട്. അച്ഛൻ ഡിജിറ്റൽ കാര്യം പറഞ്ഞല്ലോ. ഡിജിറ്റൽ കാര്യം പറഞ്ഞാൽ ഡിജിറ്റൽ കാര്യം വളരെ ഭംഗിയായിട്ട് വിനിയോഗിക്കാനായിട്ട് നിങ്ങളുടെ കൂട്ടുകാരൻ താഴെയുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാമല്ലോ. ഇന്ന രീതിയിലേ ആകാവും, ഇന്ന രീതിയിൽ പോകാൻ പാടില്ല എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തന്നെ പറഞ്ഞു കൊടുത്തൂടെ. അതുപോലെ പള്ളിയിൽ നടന്ന പരിപാടി നിങ്ങളെ പോലെ രണ്ടുപേരും വിചാരിച്ചാൽ ആ പ്രോഗ്രാം തന്നെ ഭംഗിയാക്കി മാറ്റാൻ പറ്റും. ഒരു നല്ല സ്ട്രക്ചർ ഉണ്ടാക്കി നിങ്ങൾ തന്നെ കമ്പയർ ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് ആ പ്രോഗ്രാം നടത്താൻ പറ്റും. പള്ളിയിലെ ആരാധനാ ഗീതം ഒരേ പ്രായത്തിലുള്ളവർ ഒരുമിച്ച് കൂടി ഇരുന്നത് നല്ല ഭംഗിയായിട്ട് പഠിച്ചത് മുമ്പിൽ ഇരുന്ന് പാടി കഴിയുമ്പോൾ നാച്ചുറലി ബാക്കിയുള്ളവർ കൂടെ പാടി. ഇതിനിഷ്ടം പോലെ കഥകൾ നമുക്ക് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ നമുക്കൊരു നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ OBPSന്റെ ഒരു ചിന്താവിഷയമായിരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം. പിള്ളേര് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് വീട്ടിലൊന്ന് പറയുകയാണെങ്കിൽ അത് മറ്റുള്ള ആളുകൾ പറയുന്നതിനേക്കാളും എനിക്ക് വളരെ എഫക്റ്റീവ് ആണ്. പേരൻസിന് സ്വാഭാവികം. അപ്പം അത് നമ്മുടെ ഒരു ആത്മീയമായ വലിയൊരു ഉത്തരവാദിത്തമായിട്ട് ആ കാലഘട്ടങ്ങളിലെ പിള്ളേരുടെ ആ ഒരു മനസ്സ് പെട്ടെന്ന് തോന്നിയത് ഞാൻ പങ്കുവെച്ചേ ഉള്ളൂ. അല്ല, അത് ഒരു യാഥാർത്ഥ്യമാണെന്ന് പറയാം. ഇപ്പൊ ഞാൻ ഈ പല സൺഡേ സ്കൂളിലൊക്കെ ചെല്ലുമ്പോഴേ കുട്ടികളോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവരാണ് സത്യത്തിൽ ഭവനങ്ങളിലൊക്കെ പ്രാർത്ഥനയ്ക്ക് ആരംഭിട്ട് കൊടുക്കാനാണ് നിർബന്ധം വഹിക്കുന്നത്. ഒക്കെ പേരൻസിനേക്കാൾ കുറച്ചുകൂടെ അവരാണ് ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്നത്. അച്ഛൻ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഇപ്പൊ ഈ ഉത്ഥാനത്തിന്റെ നാളുകളാണല്ലോ. അപ്പോൾ ഞാൻ ഈ പള്ളികളിലൊക്കെ ഉയർപ്പ് പെരുന്നാൾ കഴിഞ്ഞിട്ട് കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ആരെ കണ്ടാലും ക്രിസ്തു ഉയർത്തു, സത്യമായി ഉയർത്തി. അപ്പൊ കുഞ്ഞുങ്ങളല്ല അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, നല്ല രീതിയിൽ പറയുന്നില്ല. അപ്പൊ നമുക്ക് കർത്താവിന്റെ മിനിസ്ട്രി പോലും വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വിശേഷം പറയാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത്. പ്രായോഗികതയിലൂടെ തന്നെ ചെയ്യാൻ പറ്റും. അനുഗ്രഹീതമായ സത്യവെളിച്ചം നമ്മെ നയിക്കുന്ന ഈ ആത്മീക പ്രബോധനത്തിൻ്റെ ഈ യൂട്യൂബ് ചാനല് MOSC കോട്ടയം യൂട്യൂബ് ചാനൽ എന്ന വിധത്തിൽ നമ്മൾ വളരെ മനോഹരമായി അനേക ആളുകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും എല്ലാവരിലേക്കും എത്തത്തക്ക രീതിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. MOSC കോട്ടയം എന്ന ഈ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതോടൊപ്പം നിങ്ങളുടെ സ്നേഹിതർക്കും ഇടവക തലത്തിലുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കും ഇത് അയച്ചു കൊടുക്കുവാൻ, ഷെയർ ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് നിങ്ങളുടെ സ്നേഹത്തോട് അറിയിക്കുന്നു. തിരുമേനി, നല്ല സുഹൃത്തുക്കൾ എന്നും നമുക്കൊരു അസറ്റ് ആയിരിക്കും. പക്ഷെ പലപ്പോഴും സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. ഞാൻ തിരഞ്ഞെടുക്കുന്ന ആളെ എനിക്ക് നല്ലൊരു സുഹൃത്തായിട്ട് എന്ന് നിലനിൽക്കുമ്പോൾ ഞാൻ എടുക്കുന്ന തീരുമാനം ശരിയാണോ എന്നൊക്കെ. പക്ഷെ അങ്ങനെ സാഹചര്യം വരുമ്പോൾ ഒരു വിശ്വാസി എന്ന നിലയിൽ നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുവാനും നാം മറ്റുള്ളവർക്കൊരു നല്ല സുഹൃത്തായിരിക്കുവാനും നമുക്ക് എന്തൊക്കെ കടമകളാണുള്ളത്, നമ്മൾ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടത്? ഇവര് കുറച്ചുകൂടെ മുതിർന്നവരാണ് എന്നെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ കൂടുതൽ വരുന്നത്. നല്ല ചോദ്യമാണ് അത്, വളരെ നല്ലൊരു ചോദ്യമാണ്. നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. അത്ര ഈസിയായ ഒരു പരിപാടി അല്ല നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുക. ഞാനും നിങ്ങളെപ്പോലെ തന്നെ വളർന്നു വന്ന ഒരാളായതുകൊണ്ടാണ് അത് പറയുന്നത്. നമുക്ക് ചില സുഹൃത്തുക്കളെ കിട്ടും, അവർ വളരെ ഭംഗിയായി നമുക്ക് ഒരുപാട് മാതൃകയായിരിക്കും. പക്ഷേ വേറെ ചിലർ മാതൃകയാണെന്ന് നമുക്ക് തോന്നിത്തരും. പക്ഷെ അവർ പിന്നെ നമ്മളോട് അടുത്ത് കഴിയുമ്പോൾ മഹാപ്രശ്നക്കാരുമായിരിക്കും. അങ്ങനെയൊക്കെ ധാരാളം കിട്ടാറുണ്ട്, നമുക്കുള്ള ജീവിതത്തിൽ കിട്ടാറുണ്ട്. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം? നമ്മളൊരാളെ സുഹൃത്തായി അങ്ങ് മനസ്സുകൊണ്ട് സ്വീകരിക്കുന്നതിന് മുമ്പ് അത്യാവശ്യം വേണ്ടി
എന്ത് ചെയ്യണം? നല്ലപോലെ പ്രാർത്ഥിച്ചോണം. ദൈവത്തോട് പ്രാർത്ഥിക്കണം. എനിക്കൊരു നല്ല സുഹൃത്തിന് തന്നെ തരാവൂ എന്ന് പറയണം. പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ മോള് ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. എന്താ? ഈ ആളിനെ അനലൈസ് ചെയ്യാൻ പഠിക്കണം. നമ്മുടെ മുമ്പാകെ വരുന്ന ആളിനെ അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ രഹസ്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും ഒക്കെ ചെയ്യാവൂ. ഇല്ലെങ്കിൽ നമ്മൾ വല്ലാത്ത അപകടത്തിൽ വീഴും, അല്ലേ? ആദ്യം നിനക്കൊരു ബോധ്യം ഉണ്ടാകണം, ഞാൻ എപ്പോഴും ഒരു നല്ല കുട്ടിയാണ്, എൻ്റെ ജീവിതത്തിനകത്ത് തെറ്റുകൾ വരാനായിട്ട് പാടില്ല, തിന്മ ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളത് ബോധ്യം നമുക്ക് ആദ്യം ഉണ്ടാകണം. തിന്മ ചെയ്യാനായിട്ട് പാടില്ല, നന്മയിലേക്ക് മാത്രമേ ഞാൻ പോവുകയുള്ളൂ, സുഹൃത്തുക്കൾ മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ. വേദപുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളും സഭയുടെ ആരാധനയിൽ പറയുന്ന കാര്യങ്ങളും എൻ്റെ അപ്പനും അമ്മയും എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്ന നല്ല കാര്യങ്ങളും എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞു തന്നിരിക്കുന്ന നല്ല കാര്യങ്ങളും നല്ല പുസ്തകങ്ങളോടൊക്കെ വായിച്ച് ലഭിച്ചിരിക്കുന്ന നല്ല അറിവൊക്കെ വെച്ച് വിവേകത്തോടുകൂടി മാത്രമേ ഞാൻ മുന്നോട്ട് പോവുകയുള്ളൂ എന്നൊരു ധാരണ സ്വയം ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഒരു ധാരണ സ്വയം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് നല്ല സുഹൃത്തുക്കളെ കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ. നമ്മൾ പലപ്പോഴും സുഹൃത്തുക്കളെ തേടുന്നത് നമ്മുടെ ചില ആവശ്യങ്ങൾ നേടാൻ വേണ്ടി. അത് അപകടത്തിലായിരിക്കും വരുന്നത്, ഇല്ലേ? അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നേടാൻ വേണ്ടി നമ്മൾ സുഹൃത്തുക്കളെ നേടാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് വിജയിക്കുകയല്ല. അതേസമയം ഞാനൊരു നല്ല സുഹൃത്താണ്, അതുകൊണ്ട് എനിക്ക് നല്ലൊരു വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ വ്യക്തിന് കളങ്കമേൽക്കാത്ത രീതിയിലുള്ള ആളുകൾ മാത്രമേ വരാവൂ. പിന്നെ എനിക്കൊരു ദൗത്യമുണ്ട്. എന്താ? അങ്ങനെ എൻ്റെ ആഗ്രഹം അനുസരിച്ച് പോകാത്ത ആളുകളാണ് മുമ്പിലുള്ളതെങ്കിൽ അവരെ കറക്റ്റ് ചെയ്യുന്ന ദൗത്യമുണ്ട്. ഞാൻ മുമ്പേ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ സുവിശേഷകർ കൂടിയാണ്. അത് ഞാൻ ഒരു കൺവേർഷൻ എന്ന അർത്ഥമല്ല പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലോട്ട് മാറ്റുന്നതോ ഒരു സഭയിൽ നിന്ന് മറ്റൊരു സഭയിലോട്ട് മാറ്റുന്നതോ അർത്ഥമല്ല പറയുന്നത്. നമുക്ക് ഒരുപാട് നന്മകൾ കൊണ്ട് മറ്റുള്ളവരെ നേടിയെടുക്കാൻ പറ്റും. നന്മ ചെയ്ത് മറ്റുള്ളവരെ നേടിയെടുക്കാൻ പറ്റും. നല്ല ഉപദേശം കൊടുത്ത് മറ്റുള്ളവരെ നേടിയെടുക്കാൻ പറ്റും. നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ സുഹൃത്തുക്കളാക്കി മാത്രമൊന്നുമില്ല, അവർ നന്നാകാൻ വേണ്ടി കൂടിയാണ്. അവർ നന്നാകണമല്ലോ, അവർ നന്നാകാൻ കൂടിയാണ് നേടിയെടുക്കുക എന്നുള്ള വാദത്തിൻ്റെ അർത്ഥം. തീർച്ചയായിട്ടും അവർ നന്നായി കഴിയുമ്പോൾ നാച്ചുറലി അവർ നമ്മുടെ സുഹൃത്തുക്കളായി മാറും, സംശയമൊന്നുമില്ല. തീർച്ചയായിട്ടും അവർ നല്ല സുഹൃത്തുക്കളായി മാറും. ഇല്ല, നമ്മളിത് ശ്രദ്ധയില്ലാതെ പോയി കഴിഞ്ഞാൽ നമ്മുടെ താളം കൂടെ തെറ്റും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, എൻ്റെ താളം തെറ്റരുതെന്നുള്ള ആദ്യം ശ്രദ്ധിച്ചോണം. എൻ്റെ താളം തെറ്റരുത്. എൻ്റെ താളം തെറ്റാതെ തന്നെ മറ്റുള്ളവരെ നമ്മൾ ഈ പുറപ്പാട് പുസ്തകത്തിൽ മോശ പിന്നെ ഈ ജനത്തിനൊക്കെ തിരിയുമ്പോഴത്തെ മൂടോടം അണിയെന്ന് പറയുന്നു. മൂടുപടം ഇടണമെന്ന്, തലയിൽ മൂടോടം ഇട്ട് ജനത്തോട് സംസാരിക്കാന്ന് പറയുന്നത്. എപ്പോഴാന്ന് പറഞ്ഞു? കൽപ്പന വാങ്ങിക്കാൻ പോയി, ഇല്ലേ? കൽപ്പന പുറപ്പാട് പുസ്തകം പുറപ്പാട് പുസ്തകം 32-32 39 ഇത് നോക്കിയാ 37 എന്തായാലും ആ ഏരിയയിലുണ്ടത്. ഏത് വാക്യം ഓർക്കുന്നില്ല. നേരത്തെ ഈ ചോദ്യം മനസ്സിൽ വന്നായിരുന്നു, ഞാനത് നോക്കിക്കൊണ്ട് വന്നത്. എന്തായാലും അവിടെ മോശ താഴേക്ക് വന്നപ്പോഴേ ഒരു കൽപ്പന ഉണ്ടായി ദൈവത്തിന്റെ. എന്തായിരുന്നു ആ കൽപ്പന? നീ ജനത്തിന് നേരെ തിരിയുമ്പോൾ മുഖം മറയ്ക്കണം. എന്തിനാ ജനത്തിന്റെ നേരെ തിരിയുന്നേ? മോശ ജനത്തിന്റെ നേരെ തിരിയുന്നത് എന്തിനാ? ഹീസ് എ ലീഡർ, അതുകൊണ്ടാണ് തിരിയുന്നത്. ദൈവം തെരഞ്ഞെടുക്കുന്ന ഒരു ലീഡറാണ്, നേതാവാണ് മോശ, അല്ലേ? അപ്പൊ ജനത്തിനടുത്ത് തിരിഞ്ഞെങ്കിലേ ഒക്കുള്ളൂ. വിദ്യായിരിക്കാൻ ഒക്കെയല്ലോ, ഉപദേശം കൊടുക്കണ്ടേ? അവർ ചോദിക്കുന്നതൊക്കെ മറുപടി കൊടുക്കണം, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം. ഇതിനെല്ലാം മോശയുടെ ഉത്തരവാദിത്വമാണ്. പക്ഷെ ദൈവം ഒരു ഈ മുകളിലോട്ട് കയറി പോകുന്നപ്പോൾ ആ നിയമമില്ലായിരുന്നു. മുകളിലോട്ട് കയറി കഴിഞ്ഞിട്ട് താഴെ വന്നപ്പോഴാണ് ഒരു നിയമം പറഞ്ഞത്, നീ നിന്റെ മുഖം മറയ്ക്കണം. തിരിയുമ്പോൾ നീ മുഖം മാറ്റിക്കോ. എങ്ങോട്ട് തിരിയുമ്പോൾ? എൻ്റെ അടുത്തേക്ക് തിരിയുമ്പോൾ മുഖം മാറ്റിക്കോ, ജനത്തിൻ്റെ ഇടയ്ക്ക് തിരിയുമ്പോൾ മുഖം മൂടി ഇടണം. എന്താ അതിൻ്റെ അർത്ഥം? ഒറ്റ അർത്ഥമേ ഉള്ളൂ. നീ ജനത്തിൻ്റെ അടുത്തേക്ക് തിരിയുമ്പോൾ അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. എന്നാൽ അതേ സമയം തന്നെ അവിടുത്തെ ഒരു കറ ഇങ്ങോട്ട് പിടിക്കരുത്. പിടിയിട്ടോ പറഞ്ഞേ? പിടിയിട്ടോ? നിന്റെ മുഖം മറച്ചില്ലെങ്കിൽ അവരിൽ നിന്ന് അഴുക്ക് നിനക്ക് കിട്ടും. ഞാൻ ഒരു സഭാപിതാക്കന്മാർ പറഞ്ഞൊരു ഇന്റർപ്രിട്ടേഷനാണ് ഈ പറഞ്ഞത് കേട്ടോ. ഏത് സഭാപിതാവെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഇപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ടുള്ളൊരു വിഷയമായതുകൊണ്ട് ഞാൻ പണ്ട് വായിച്ചുള്ളായിരുന്നു. നീ അങ്ങോട്ട് കൊടുക്കുമ്പോൾ കൊടുത്തോണം, നല്ലതുപോലെ കൊടുക്കണം.
നിനക്ക് കൊടുക്കാവുന്ന രീതിയിലൊക്കെ സഹായിക്കണം. ഒരു തെറ്റ് ചെയ്ത ഒരാളായപ്പോൾ ചില സമയത്ത് നമ്മൾ സഹായം ചെയ്തിട്ട് വരും അല്ലേ? പക്ഷേ വി കനോട്ട് ടേക്ക് ഹിം ഓർ ഹർ ആസ് അവർ ബെസ്റ്റ് ഫ്രണ്ട്. അവരെ ഹെൽപ്പ് ചെയ്യണം, ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം അല്ലേ? അതേസമയം തന്നെ അവരിൽ ഒരു അഴുക്ക് ഇങ്ങോട്ട് കയറി വരുന്നത്. മറ്റുള്ളവരുടെ അഴുക്ക് ഇങ്ങോട്ട് വരാതിരിക്കുന്നതിനാണ് നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞതിൻ്റെ കാരണം. നല്ല സുഹൃത്താണെങ്കിൽ അവരുടെ അഴുക്കൊന്നുമില്ലല്ലോ. നമ്മൾ നല്ലതെന്ന് പറയുന്നത് വേഷമിട്ട് നല്ല മനോഹരമായിട്ട് നിൽക്കുന്നവരല്ലോ നല്ല സുഹൃത്തുക്കളാണോ? അല്ല, അതിനപ്പുറമായി ആന്തരികമായ വിശുദ്ധിയുള്ള ആളുകളെയാണ്. നമ്മുടെ സഭാപിതാക്കന്മാർ പറയാറുണ്ട്, ഈ സഭയുടെ ചർച്ച് ഹിസ്റ്ററിയിൽ കൃത്യമായിട്ട് സിറിലും നെസ്തോറിയസും തമ്മിലുള്ള കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ട്. കൂറിലോസും അലക്സാന്ദ്രിയയിലെ കൂറിലോസും കോൺസ്റ്റാന്റിനോപ്പിളിലെ നെസ്തോറിയസും. നെസ്തോറിന് വേദവിരീയം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അപ്പം ഭയങ്കര ഫൈറ്റായിരുന്നു. 4-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടത്തിലൊരു കഥയായി പറഞ്ഞു. രണ്ട് കൂട്ടരും തമ്മിൽ ഭയങ്കര, വ്യക്തികളല്ല, ഈ രണ്ട് ചിന്തകൾ തമ്മിൽ ഭയങ്കര ഫൈറ്റായി കഴിഞ്ഞപ്പോഴത്തെ മൂർച്ച് ഒരാൾ സുന്നോസ് കൂടിയാണ് മറ്റേയാളെ മുടക്കി. 431 എഫേസസ് സുന്നോസ് കൂടി മുടക്കി അതൊക്കെ പറഞ്ഞു. പക്ഷെ ആ മുടക്ക് കഴിയുമ്പോഴും സിറിൽ പറയുന്നൊരു വാചകമുണ്ട്, ഐ ലവ് നെസ്തോറിയസ് ബട്ട് ഐ ഹേറ്റ് നെസ്തോറിയനിസം. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഐ ലവ് നെസ്തോറിയസ് ബട്ട് ഐ ഹേറ്റ് നെസ്തോറിയനിസം. വാട്ട് ഡസ് ഇറ്റ് മീൻ? സുഹൃത്ത് വലയങ്ങൾ ഉണ്ടാകാം, കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവരുടെ അഴുക്കുകളൊന്നും ഇങ്ങോട്ട് എടുക്കാതിരിക്കാൻ നോക്കണം. നമ്മളൊരു സുഹൃത്തിനെ കയ്യിൽ വന്നാൽ ആ സുഹൃത്തിനെ കൂടി നല്ലതാക്കി എടുക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ലക്ഷ്യം. അവരിലുള്ള ഒരഴുക്കും ഇങ്ങോട്ട് സ്വീകരിക്കരുത്. സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയത്തില്ല, അവൻ്റെ കൂട്ടുകെട്ടാണ് പ്രശ്നം ഉണ്ടാക്കിയത്. കേട്ടിട്ടില്ലേ അങ്ങനെ പറയുന്നത്? ഇല്ലേ? അവൻ്റെ ചില സുഹൃത്ത് വലയത്തിൽ പെട്ടതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. അത് പാടില്ല. അതിനെ നമ്മൾ നല്ലപോലെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ അങ്ങനെയുള്ളതിന് വീഴാതിരിക്കാൻ നല്ലപോലെ പ്രാർത്ഥിക്കണം. അതേസമയം തന്നെ നമ്മളൊരു അനലൈസ് ചെയ്യുന്ന ഒരു വിവേക ബുദ്ധി കൂടെ നമ്മുടെ ഉണ്ടാകണം. വേദപുസ്തകത്തിലൊരു വാക്കാണ് വിവേകബുദ്ധി. വിവേകം മാത്രം പോരാ, ബുദ്ധി കൂടെ വേണം. ഇത് രണ്ടും കൂടെ വെച്ച് നമ്മൾ വളരെ ഭംഗിയായിട്ട് അത് കൈകാര്യം ചെയ്യാനായിട്ട് പഠിക്കണം. നിനക്കത് സാധ്യമാകുമെന്നാണ് എൻ്റെ വിചാരം. തെറ്റായ ഒരു കൂട്ടുകെട്ടാണ് പലപ്പോഴും നമ്മളെ മോശമായ ലഹരിക്കോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ അകപ്പെട്ടു പോകുന്നതിൻ്റെ ഒരു കാര്യവും അത് തന്നെയാണ്. കറക്റ്റ്, അത് തന്നെ. വളരെ ചിന്തോദ്ദീപകമായ നല്ല ചോദ്യങ്ങളിലൂടെയാണ് ഈ ഒരു സെക്ഷൻ പോയത്. വളരെ ഭംഗിയായ രീതിയിൽ തിരുമേനി ആ കാര്യങ്ങൾ വിവരിച്ച് നൽകുകയുണ്ടായി. സഭാപിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളും ആത്മീകമായ കാഴ്ചപ്പാടും സാമൂഹികമായ ജീവിതത്തിൻ്റെ നല്ല അവസ്ഥകളും ഒരു നല്ല വിശ്വാസി എന്ന വിധത്തിൽ വളരുവാൻ തക്കവണ്ണം സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത്. ആദ്യം ചോദിച്ച ചോദ്യത്തിലെ കാര്യം പറഞ്ഞ പോലെ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. തിരുമേനി പറഞ്ഞ പോലെ ചെയ്യേണ്ടത് ചെയ്യുക എന്നതും ചെയ്യരുതാത്തത് ചെയ്യാതിരിക്കുക എന്നുള്ളതും നമുക്ക് വ്യക്തമായിട്ട് ബോധ്യമാകുമ്പോഴാണ് നമ്മുടെ സ്വാതന്ത്ര്യം അത് ആരാധനയിലാണെങ്കിലും പൊതുസമൂഹത്തിലാണെങ്കിലും ഉണ്ടാകുന്നത് എന്നുള്ളത് വ്യക്തമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിലും സ്വാതന്ത്ര്യത്തെ ഭംഗിയായി വിനിയോഗിക്കുവാനായിട്ട് സാധിക്കണമെന്നുള്ളതാണ് പിന്നെ തിരുമനസ് പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് സഭയിലുള്ള പങ്കാളിത്തം, ഇവിടെ കുഞ്ഞുങ്ങൾ പറഞ്ഞതുപോലെ പലപ്പോഴും കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ആരാധനയിലാണെങ്കിലും അല്ലെങ്കിൽ സഭയുടെ ഓരോ പ്രവർത്തനങ്ങളിൽ. പക്ഷേ വ്യത്യസ്തമായ തലങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് പ്രവർത്തിക്കാം. ഒരു മദ്ബഹായിലെ ശുശ്രൂഷകർ എന്ന നിലയിൽ, സൺഡേ സ്കൂൾ വിദ്യാർത്ഥി എന്ന നിലയിൽ, യുവജന പ്രസ്ഥാനത്തിൽ, അതുപോലെ ഡിജിറ്റൽ അറിവുകളിലൂടെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി നല്ല ഉത്തരവാദിത്വമുള്ള വക്താക്കളായിട്ട് മാറുവാനായിട്ട് സാധിക്കുന്ന ഒത്തിരിയധികം പ്രവർത്തനങ്ങൾ ഇവിടെ ഓർപ്പിക്കുകയുണ്ടായി. നല്ലൊരു വ്യക്തിയായിട്ട് മാറുമ്പോൾ നല്ലൊരു വ്യക്തിയായിട്ട് മാറുന്ന, അല്ലെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മാതാപിതാക്കളോടൊപ്പം ചേർന്ന് സഭ എന്ന ആ ഒരു വലിയ കുടുംബത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നല്ല കാര്യങ്ങൾ ശീലിച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് നല്ല ഉത്തരവാദിത്വമുള്ളവരായിട്ട് വളരുവാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് തിരുമേനി പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് സൗഹൃദം എന്ന് പറഞ്ഞ് തിരുമേനി പറയുന്ന പല കൂട്ടുകെട്ടുകൾ തെറ്റായ വഴികളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നയിക്കാറുണ്ട്. പല ആത്മഹത്യകളുടെ കാരണങ്ങൾ പോലും അന്വേഷിച്ച് പോകുമ്പോൾ ഒരു നല്ല സുഹൃത്തില്ലാതെ പോകുന്നു എന്നുള്ളത്
ഒരു വലിയ കാര്യമാണ്. കാരണം വലിയൊരു വിഷമമായിട്ടാണ് അത് പറയുന്നത്. കാരണം ഒരു നല്ല സുഹൃത്തുണ്ടെങ്കിൽ, ഒരു നല്ല സൗഹൃദമുണ്ടെങ്കിൽ അവരോട് ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ, അവർ നമ്മളെ തിരുത്താൻ, നമ്മെ സ്നേഹിക്കാൻ, നമ്മെ കരുതാൻ സാധിക്കും. ഇന്ന് തിരക്കേറിയ മാതാപിതാക്കളുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ ഒരു നല്ല സുഹൃത്ത് എല്ലാവർക്കും ഉണ്ടാകേണ്ടത് അനിവാര്യമായ കാര്യമാണ്. അത് എത്ര ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമെന്ന് പിന്നെ തിരുമനസ് ഓർപ്പിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, നമ്മുടെ വളർന്നു വരുന്ന യുവാക്കൾക്ക് വളരെ മനോഹരമായ രീതിയിലുള്ള നല്ല ചിന്തകളാണ് ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ നമുക്ക് ലഭിച്ചത് എന്ന് ആശിക്കുന്നു. വീണ്ടും നമുക്ക് കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ.